ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ ശ്രീ രാഘവപുരം ക്ഷേത്രത്തിന് മുന്നിലാണ്. ഈ ക്ഷേത്രം ഹനുമാരമ്പലം എന്ന പേരിലും വളരെ പ്രസിദ്ധമാണ്. പ്രധാന മൂർത്തിയായി ശ്രീരാമനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെങ്കിലും ഹനുമാൻ ക്ഷേത്രത്തിനാണ് കൂടുതൽ പ്രാധാന്യം. ഹനുമാന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ശ്രീ രാഘവപുരം ക്ഷേത്രത്തെ ഹനുമാരമ്പലം എന്നും അറിയപ്പെടുന്നു. ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഒരേ പീഠത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. ഇത് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 8-ാം നൂറ്റാണ്ടിൽ ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പെരിഞ്ചല്ലൂർ കേരള ബ്രാഹ്മണരുമായി അഭിപ്രായ വ്യത്യാസം വന്ന കോലത്തിരി രാജാവ് ഉദയവർമ്മൻ കർണാടകയിലെ ഗോകർണത്തു നിന്നും 237 ബ്രാഹ്മണ കുടുംബത്തെ ക്ഷണിച്ചു വരുത്തി. അവരെ 5 ദേശങ്ങളിലായി പാർപ്പിച്ചു. കുന്നരു, ചെറുതാഴം, കുളപ്പുറം, അറത്തിൽ, കോറം ദേശങ്ങളിലായി അവരെ താമസിപ്പിക്കുകയും അവരുടെ യോഗക്ഷേത്രമായി ശ്രീ രാഘവപുരം ക്ഷേത്രം നൽകുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അനുസരിച്ച് രാമരാവണൻ യുദ്ധത്തിൽ ലക്ഷ്മണൻ്റെ ജീവൻ രക്ഷിക്കാനായി ഹനുമാൻ ഔഷധങ്ങൾക്കായി മൃതസഞ്ജീവനി പർവ്വതവുമായി പോകുന്ന സമയം ഇടയിൽ വഴിയിൽ വെച്ച് പർവ്വതത്തിൻ്റെ ഒരു ഭാഗം താഴെ വീഴുകയുണ്ടായി. അത് ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്താണ്. ഇതിനെ ഏഴിമല എന്ന് അറിയപ്പെടുന്നു. അന്നു മുതൽ അവിടെ ശ്രീരാമൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ പ്രധാന വഴിപാട് ഹനുമാൻ സ്വാമിക്കുള്ള അവിൽ നിവേദ്യമാണ്. 4 വിഗ്രഹങ്ങൾ വച്ചുള്ള തിടമ്പ് നൃത്തം ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. പടിഞ്ഞാറ് ദർശനം ആയിരിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ രാഘവപുരം ക്ഷേത്രം.